പ്രിയപ്പെട്ടവരെ, സോയിൽ ആൻഡ് സോൾ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാടമത്തിൻ്റെ ഈ സോണിൽപ്പെട്ട നമ്മുടെ ഒരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കവാത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കായൊക്കെ എടുത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു തോട്ടമാണ്. എന്നാൽ പോലും 2 കായും 3 കായും ഓരോ കൊത്തിൽ നിൽപ്പുണ്ട്. 10x10 സമചതുരത്തിൽ വെച്ച ചെടികളാണ് ഈ നിൽക്കുന്നത്. ഇത് പറയാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും തന്നെ 6 അടി 5 അടി 4 അടി 3 അടി അങ്ങനെ ചെടി വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ന്യൂനതകൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊന്നില്ല കാടമത്തിന് 10x10 സ്ക്വയർ ചതുരത്തിൽ നമ്മൾ ചെടികൾ വെക്കുക, അതല്ലെങ്കിൽ 12x10 സമചതുരത്തിൽ ചെടികൾ വെക്കുക. രണ്ടിൻ്റെ പ്രശ്നങ്ങൾ, രണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് നിലവിൽ ഞാനിപ്പോൾ നടക്കുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. 10x10 സ്ക്വയർ ചതുരത്തിൽ വെച്ച ചെടികളാണ് നിങ്ങൾ ഇപ്പോൾ ഈ നടക്കുന്ന തോട്ടത്തിൽ കൂടെ കാണുന്നത്. അപ്പോൾ നമുക്കിത് 7 വർഷം 8 വർഷം പഴക്കമുള്ള ചെടികളൊക്കെയാണ് നിലവിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തോട്ടത്തിലേക്ക് നമുക്ക് മാറാം. രണ്ട് നമ്മുടെ ഫീൽഡ് തന്നെയാണ് കേട്ടോ. കവാത്തെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞായറാഴ്ച ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടമാണ്. എല്ലാം 10x10 സ്ക്വയർ ചതുരത്തിലുള്ളതാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ തോട്ടം. 12x12 സ്ക്വയർ സമചതുരത്തിൽ വെച്ച ചെടികളാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു റൗണ്ട് നിങ്ങൾ എത്താൻ തന്നെ നല്ല ടൈമിംഗ് എടുക്കും. നോക്കിയോ, 12x12 സമചതുരത്തിൽ വെച്ചാണ്. കാലപ്പഴക്കം 20 വർഷത്തിന് മുകളിലേക്ക് കാലപ്പഴക്കമുള്ള ചെടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെടികൾക്ക് കാല് വിരിഞ്ഞു പോയാൽ ആദായത്തെ ബാധിക്കുമെന്നൊക്കെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. വളരെ ശുദ്ധ തെറ്റായ ഒരു ധാരണയാണ്. ഈ ചെടിയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോ. എന്തെങ്കിലും കായ് സെറ്റിങ്സിന് കുറവുണ്ടോ, കായപിടുത്തത്തെ കുറവുണ്ടോ, അതോ ഇനിയിപ്പം നമ്മൾ എടുക്കുന്ന ചെടികളിൽ നിന്ന് നമ്മൾ അടുപ്പിച്ച് വെക്കുന്ന ചെടികളിൽ നിന്നുള്ള കായാണ് ഇതിനകത്ത് കിട്ടുക? ഒരിക്കലും അല്ല. ഇതിനകത്തൊക്കെ എങ്ങനെ കഴിച്ചാലും ഒരു 1.5 പടി കായ്ക്ക് മുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. കായ്ക്ക് സൈസ് വ്യത്യാസമുണ്ടോ? നല്ല സൈസാണ് കായ്ക്കെല്ലാം. ബോൾട്ടിന് ഒരു കുറവിലോ ഒന്നുമില്ല. അപ്പം നമ്മളൊരു 12x12 സമചതുരത്തിൽ വെക്കുമ്പോൾ നമുക്ക് ഗ്യാപ്പ് നല്ലതായിട്ട് കിട്ടും. അതുപോലെ നല്ലോണം വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങും. നല്ല രീതിയിൽ കായ് സെറ്റിങ്സും ഉണ്ടാകും. മൊത്തത്തിൽ നമുക്ക് 12x12 കൊല്ല് കുഴപ്പമില്ല. അല്ലെങ്കിൽ 10x10 12x12 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് റീപ്ലാന്റേഷനേക്ക് വേണ്ടി പോകേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. ഇതെല്ലാം 12x12 നമുക്ക് നോക്കാം. ചെടിയുടെ വലുപ്പം നോക്കി. ഒരു ചെടിയിലൊരു 100 ചിമ്പുണ്ട്. ആ 100 ചിമ്പിനനുസരിച്ച് ശരങ്ങളും ഉണ്ട്. നോക്കാം. ഇതൊക്കെ കണ്ടോ? ഈ ചെടിയെല്ലാം കണ്ടോ? എല്ലാം കവാത്തായി കിടക്കുവാണ്. ഇതൊക്കെ വലിയൊരു തോട്ടമാണ് കേട്ടോ. അത്യാവശ്യം 150 ഏക്കർ ഉള്ളൊരു തോട്ടമാണ്. അപ്പോൾ നമുക്ക് നല്ല കായ സെറ്റിങ്സിനും നല്ല രീതിയിൽ വിളവെടുക്കാനും ഒക്കെ നല്ലതായിട്ട് ചെടിയിലേക്ക് നല്ലതായിട്ട് വെളിച്ചം നന്ന് എത്തണം. അത് ഭൂമിയിലേക്ക് നമ്മുടെ ശരങ്ങളിലേക്ക് എത്തക്ക രീതിയിൽ നമ്മൾ തണലെല്ലാം ക്രമീകരിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് പണി ചെയ്താലും അതിനുള്ള പ്രയോജനം കിട്ടത്തുള്ളൂ. നന്നായിട്ട് കാറ്റടിച്ച് ഒടിഞ്ഞ തോട്ടം എന്ന് പറയുന്നത് നന്നായിട്ട് കാറ്റടിച്ച് ഒടിഞ്ഞ തോട്ടമാണ്. പക്ഷേ ഒടിഞ്ഞതിലൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് ശ്രദ്ധ കൊടുത്തില്ല. കാരണം നമുക്ക് ഫീൽഡാണ് വേണ്ടത്. ഒടിഞ്ഞ് കിടക്കുന്നതിനകത്ത് അതിന് ബാക്കി പണികൾ ചെയ്യാന്നേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ അതിനെ പണി ചെയ്യാതിരുന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. ഇത് വേറൊരു തോട്ടം. അതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാൻ പറയാം. കാരണം ഇതിനകത്ത് ശരങ്ങളെല്ലാം അധികം നീട്ടം വന്നിട്ടില്ല. പക്ഷേ കായ സെറ്റിങ്സ് പക്കായുണ്ട്. പക്ഷേ ശരത്തിന് അത്രയ്ക്ക് നീട്ടം എത്തിയിട്ടില്ല. പക്ഷെ മറ്റേ നോക്കി കഴിയുമ്പം ശരത്തിന് നല്ല നീട്ടമുണ്ട്. അതുപോലെ തന്നെ നല്ല കായ സെറ്റിങ്സും ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. ആരെങ്കിലും പറയുന്നത് കേട്ട് ഈ 8x8 7x7 6x6 അങ്ങനെയൊന്നും ചെടികൾ വെക്കാതിരിക്കുക. ഒന്നിലെ പ്രോപ്പറായ ഒരു നടിയൽ മാർഗ്ഗം എന്ന് പറയുന്നത് 10x10 അതിൽ 12x12 അല്ലെ ഈ 12x10 ഈ ഒരു ക്രമത്തിൽ സമചതുരത്തിൽ ചെടികൾ വെക്കാൻ ശ്രമിക്കുക.
10,000 ചെടി ഉണ്ടായിട്ട് കാര്യമില്ല ഒരേക്കറിൽ. അത് നമുക്ക് ലാഭത്തെക്കാളേറെ നഷ്ടം ഉണ്ടാക്കത്തുള്ളൂ. ഒരേക്കറിനകത്ത് മാക്സിമം ഒരു 400-നും 450-നും ഇടയ്ക്കുള്ള ചെടികൾ നിർത്തി ചെയ്യാൻ നോക്കുക. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. പലരും വിളിച്ച് ചോദിക്കുന്നൊരു സംശയമാണ് ഈ ചെടികളുടെ വീതി എത്ര, നീളം എത്ര വെക്കുന്നതെന്ന് അളവ്. അപ്പോൾ ഇതാണ്, ഒന്നിൽ ഇങ്ങനെ വെക്കുക, അതല്ലെങ്കിൽ ചെടികൾ വെക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. അപ്പം പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.